വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകളും അത് ഏറ്റെടുത്തുകൊണ്ട് BJP നേതാവ് സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനകളും തുടർന്നുണ്ടായ വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. ഇതിങ്ങനെ സജീവവുമായി നിലനിർത്തുക എന്നത് സംഘപരിവാരങ്ങളുടെ ഒരു ലക്ഷ്യവുമാണ്. എന്താണ് അവരിതിലൂടെ ലക്ഷ്യമിടുന്നത്? അത് രാഷ്ട്രീയമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ ജില്ലയിൽ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് വർഗീയമായ ഒരു ധ്രുവീകരണം നടത്തി അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ പറ്റുമോ എന്നതാണ് സുരേന്ദ്രനും പാർട്ടിയും നോക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് വർഷങ്ങളായി മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ച് കാത്തിരിക്കുന്ന ഒരു സ്വപ്നജീവിയാണ് കെ സുരേന്ദ്രൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി ഏതറ്റം വരെയും അവർ പോകും, എന്ത് കളിയും അവർ കളിക്കുകയും ചെയ്യും. അപ്പം ഇപ്പോൾ ഉത്തരേന്ത്യൻ ശൈലിയിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി കേരളത്തിൽ വോട്ട് തട്ടാൻ പറ്റുമോ എന്നാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ വർഗീയ ധ്രുവീകരണത്തിലൂടെ വിദ്വേഷ പ്രസ്താവനകളിലൂടെ ഒരിക്കലും കേരളീയരുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാൻ കഴിയുകയില്ല എന്ന കാര്യം ഈ നേതാക്കന്മാർ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ലാളിത്യത്തിൻ്റെ ഭാഷയിൽ, മനുഷ്യത്വത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാലേ കേരളീയരുടെ മനസ്സിൽ ആർക്കാണെങ്കിലും സ്ഥാനം കിട്ടുക. ഇവിടെ മതേതരത്വമാണ് വാഴുന്നത്. മതേതരത്തിൻ്റെ വക്താക്കളാണ് കേരളത്തിലെ 90% ജനങ്ങൾ. ഈ മതേതരത്വത്തിൻ്റെ ഭാഷയിലൂടെ ഇവരുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാനേ ഏത് രാഷ്ട്രീയക്കാർക്കായാലും കേരളത്തിന് സാധിക്കുകയുള്ളൂ. അങ്ങനെ കേരളീയരുടെ മനസ്സിന് കീഴടക്കാനും പറ്റുകയുള്ളൂ. മറിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി, വർഗീയ ചേരിതിരിവുകളുണ്ടാക്കി, വർഗീയ പ്രസ്താവനകളുണ്ടാക്കി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ പറ്റും എന്നുള്ളത് ഒരു വ്യർത്ഥമായ സ്വപ്നം മാത്രമാണ്. സുധാകരൻ സുരേന്ദ്രന് മുന്നിൽ തന്നെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരികയാണെന്ന്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇമാതിരി ഊള പ്രസ്താവനകളുമായിട്ട് സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ സംഘടനകളൊക്കെ രംഗത്ത് വരുന്നത്. ഇപ്പോൾ അവസാനമായി ഒട്ടകം ഗോപാലൻ രംഗപ്രവേശനം ചെയ്തു. ഇലക്ഷൻ വരുമ്പോഴാണ് ഇപ്രകാരമുള്ള വെടിപാടുകളൊക്കെ ഇവർക്കുണ്ടാകുന്നത്. പക്ഷെ ഇവർ പറഞ്ഞിട്ടുള്ള ഈ വർഗീയമായ ഈ വേർതിരിവ് സിദ്ധാന്തങ്ങളൊക്കെ, ആശയങ്ങളൊക്കെ മലയാളികൾ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ബത്തേരിയിൽ എന്തെല്ലാം ഒരു വിഭജന പ്രക്രിയ ഇവർ പയറ്റി നോക്കി, എന്തെല്ലാം ധ്രുവീകരണ കാര്യങ്ങൾ ഇവർ പയറ്റി നോക്കി പറഞ്ഞു നോക്കി. ഇപ്പം ഗണപതി വട്ടം എന്നൊരു വിവാദം നമുക്കറിയാം. സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്തിൻ്റെ പേര് മാറ്റി BJP അധികാരത്തിൽ വന്നാൽ ആ സ്ഥലത്തിൻ്റെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റും എന്ന് വരെ പറഞ്ഞ നേതാവാണ് ഈ സുരേന്ദ്രൻ. എന്നിട്ടത് സംഭവിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് വോട്ട് കൂട്ടാൻ സാധിച്ചു. മറിച്ച് എല്ലാ പ്രാവശ്യവും കിട്ടുന്ന അതിനേക്കാൾ വോട്ട് വളരെയധികം കുറച്ചാണ് ആ പ്രാവശ്യം സുരേന്ദ്രൻ നേടാൻ സാധിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്രകാരമുള്ള ഈ പ്രസ്താവനകളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ ഭാഷയിൽ, മതേതരത്വത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങൾ പൊതുപ്രവർത്തനം നടത്തും. അതാണ് ഏറ്റവും അഭികാമ്യമായത്.